നമസ്തേ, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അർദ്ധനാരീശ്വരൻ്റെ പെയിൻറ്റിങ്ങിലെ ലാസ്റ്റ് പാർട്ടാണ്. ഇവിടെ മ്യൂറൽ റെഡും അതേപോലെ തന്നെ ബ്ലാക്ക് ഔട്ട്ലൈനിങ് എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. മ്യൂറൽ റെഡിന് വേണ്ടിയിട്ട് വെർമിലിയൻ ഹ്യൂവ് ഒരു ഡ്രോപ്പും അതേപോലെ യെല്ലോ ഓക്കർ ഒരു 10% കൂടി എടുത്ത് നല്ലപോലെ 20 ഡ്രോപ്സിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ. മ്യൂറൽ റെഡ് കളറ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ദാമത്തിൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത കളറിന് കുറച്ചെടുക്കുക. അതിനകത്ത് നല്ലപോലെ വെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തേർഡ് ലെയർ കൊടുക്കാം. ഈ സെക്കൻഡ് ലെയർ നമുക്ക് ഒന്നോ രണ്ടോ ലെയർ കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്ത ലെയറിൽ കുറച്ചധികം വെള്ളമായിട്ട് റെഡ് കളർ ഭയങ്കര ലൈറ്റായി. അപ്പോൾ 2 ലെയർ കൊടുത്ത ശേഷമാണ് ഞാൻ തേർഡ് ലെയർ ചെയ്യാൻ തുടങ്ങിയത്. തേർഡ് ലെയർ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്. സെയിം എടുക്കുക. എന്നിട്ട് ലൈനുകൾ വരച്ചിട്ട് വേണം ഡിസൈൻ ഉണ്ടാക്കാൻ. നമ്മൾ ഗ്രീനിൽ വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റിംഗ് മെത്തേഡിന് വേണ്ടിയിട്ട് റെഡ് കളർ ലൈൻസ് കൊടുത്തിട്ട് വേണം ഹൈലൈറ്റ് ചെയ്തിട്ട് എടുക്കാൻ ദാമം മുഴുവനും. ഇങ്ങനെ റെഡ് ലൈൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്ലാക്ക് കളറ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ഔട്ട്ലൈൻ പോലെ ഡിസൈൻ വരച്ചെടുക്കാം. അങ്ങനെ 2 മെത്തേഡിലും നമുക്ക് ഈ ദാമങ്ങൾ ഡിസൈൻ ചെയ്ത് എടുക്കാം. നമുക്കിനി ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കണം നോക്കാം. ഇവിടെ ക്യാമലിൻ്റെ വാട്ടർ പ്രൂഫ് ബ്ലാക്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ബോട്ടിലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വേണ്ടത് ലൈനർ ബ്രഷ് 000 ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇയർബഡ്സ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇയർബഡ്സും വേണം. അതേപോലെ ഇപ്പോൾ ഈ ബ്ലാക്ക് കളറല്ല, അക്രിലിക് കളറിൻ്റെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് 1 ഡ്രോപ്പ് എടുക്കുമ്പോൾ 20 to 25 ഡ്രോപ്സ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. എളുപ്പത്തിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ ഇതാണ് ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാവുക. ഇനി ബ്ലാക്ക് ഔട്ട്ലൈൻ എങ്ങനെ കൊടുക്കാൻ നോക്കാം. എവിടെയൊക്കെ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം വന്നിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കണം ബ്ലാക്ക് വെച്ചിട്ട്. ഹെയർ, അതേപോലെ എല്ലാ ആഭരണങ്ങൾ, പിന്നെ ആയുധങ്ങൾ, അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈന് ഭംഗിയായിട്ട് വരച്ച് കൊടുക്കണം. ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വരച്ചു കൊടുക്കുക. നല്ല ഹാൻഡ് ബാലൻസിങ്ങോടെ കൂടിയിട്ട് ചെയ്യേണ്ടതാണ് ഈ ബ്ലാക്ക് ഔട്ട്ലൈനിങ്.
പാർവതി ദേവിയുടെ ഹെയറിൻ്റെ പോർഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവിടെ മ്യൂറൽ റെഡ് കളർ കോമ്പിനേഷനാണ് ആദ്യം കൊടുക്കേണ്ടത്. അതേപോലെ കണ്ണുകളിലും. എന്നിട്ടാണ് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പാർവതി ദേവിക്ക് നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് കളർ ഡിസൈൻ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തരംഗം ഡിസൈനാണ് നമ്മൾ ഹെയറിന് കൊടുക്കുന്നത് വെച്ചാലും സെയിം റെഡ് കളർ കോമ്പിനേഷൻ ആദ്യം അപ്ലൈ ചെയ്തിട്ട് വേണം പിന്നെ ബ്ലാക്ക് കളറിൽ നമ്മൾ തരംഗൻ പാറ്റേൺ വന്നിട്ട് വരച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ വന്നിട്ട് ഐ ഓപ്പണിങ്ങിന് ഹൈലൈറ്റിംഗ് ഒന്നും കൊടുക്കണില്ല. ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഐബോളിൽ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ കളറിങ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കണ്ട വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇനി അടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കളറിങ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ വരയ്ക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിന് കണ്ടിന്യൂവേഷൻ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് മൈ ചാനൽ. താങ്ക് യു.